ഓക്കെ, ദെൻ നമുക്കിനി അടുത്തൊരു പോർഷൻ ആണ് എങ്ങനെയാണ് ആനുവൽ വാല്യൂവിന്റെ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമുക്ക് ആനുവൽ വാല്യൂവിന്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടിയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തതാണ് ലെറ്റ് ഔട്ട് ഹൗസ്, രണ്ടാമത്തതാണ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. ലെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാടകക്ക് കൊടുക്കുന്ന ഹൗസ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. രണ്ടാമത്തതാണ് എന്ത്? സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് അല്ലെ. ഇവിടെ എന്താണ്? ഓണർ അത് സ്വന്തം താമസിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഈ ഹൗസിൽ നിന്ന് ഒരു ഇൻകവും കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി ഈ ലെറ്റ് ഔട്ട് ഹൗസിന്റെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഈ ലെറ്റ് ഔട്ട് ഹൗസിന്റെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു 5 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ആണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഈ ലെറ്റ് ഔട്ട് ഹൗസ് റെന്റ് കൺട്രോൾ ആക്ടിന്റെ അണ്ടറിൽ കവർ ചെയ്യാത്തത്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് റെന്റ് ഇവിടെ ഇല്ല അല്ലെ. റെന്റ് കൺട്രോൾ ആക്ട് കവർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ല. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇനി റെന്റ് കൺട്രോൾ ആക്ട് കവർ ചെയ്യുന്ന ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താ പറയുന്നത്? വാക്കന്റ് ഫോർ വോൾ ഓർ പാർട്ട് ഓഫ് ഇയർ അല്ലെ. നമ്മൾ എന്താണ്? മുഴുവൻ ഇയറിലും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ചില മാസങ്ങളിൽ എന്ത് വരുന്നുണ്ട്? വാടകയ്ക്ക് ആളില്ലാതെ വാക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെന്റ് അല്ലെ, നമുക്ക് റിയലൈസ് ചെയ്യാത്ത റെന്റ്, അതൊക്കെ എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ വാക്കന്റും അൺറിയലൈസ്ഡ് റെന്റും കൂടെ വരുന്ന സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെ 5 സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് നമുക്ക് എടുക്കാം. ലെറ്റ് ഔട്ട് ഹൗസ് നോട്ട് അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട്. ഓക്കെ, അതായത് വാടകയ്ക്ക് കൊടുത്ത വീടാണ്, അത് റെന്റ് കൺട്രോൾ ആക്ട് അഥവാ സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ലാത്ത ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 3 വാല്യൂസ് നോക്കുക അല്ലെ. 3 വാല്യൂസ് നോക്കുക. ഏതൊക്കെയാണ് 3 വാല്യൂസ്? ആക്ച്വൽ റെന്റ്, എക്സ്പെക്റ്റഡ് റെന്റ്, മുനിസിപ്പൽ വാല്യൂ. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റെന്റ്, ആക്ച്വൽ റെന്റ്. അപ്പൊ ഇത് 3 നോക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ആക്ച്വൽ റെന്റ് ആണോ, മുനിസിപ്പൽ വാല്യൂ ആണോ, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റെന്റ് ആണോ ഹയസ്റ്റ് വാല്യൂ എന്ന് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ ടാക്സ് പേ ചെയ്തത് ആ ഇയറിലായിരിക്കണം, എങ്കിലാണ് നമുക്ക് ഈ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് ഓണർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ടുള്ള 20,000-ൽ നിന്ന് ആ ടാക്സ് നമുക്ക് മൈനസ് ചെയ്യാം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും മുനിസിപ്പൽ ടാക്സ് എത്രയാണ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് എന്ത്? നെറ്റ് ആനുവൽ വാല്യൂ. അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി നോക്കാം.
ലെറ്റ് ഔട്ട് ഹൗസിന്റെ കവേർഡ് അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട്, അതായത് ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണ് ഞാൻ ലെറ്റ് ഔട്ടിന് കൊടുത്തത്, വാടകക്ക് കൊടുത്തത്. അപ്പൊ അതിന്റെ ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് ഫെയർ റെന്റ് അഥവാ എക്സ്പെക്റ്റഡ് റെന്റും മുനിസിപ്പൽ വാല്യൂവും തന്നിട്ടുണ്ടോ നോക്കുക. അത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് രണ്ടും കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? അതിന് ശേഷം എന്തായാലും സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ഇവിടെ കൺട്രോൾ ആക്ട് പ്രകാരം ആ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്കൊരു ഹയസ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരിക്കലും എക്സ്പെക്റ്റഡ് റെന്റ് ഈ സ്റ്റാൻഡേർഡ് റെന്റിനേക്കാളും കൂടുതലാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ എക്സ്പെക്റ്റഡ് റെന്റും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്കൊരു ഹയസ്റ്റ് വാല്യൂ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫെയർ റെന്റ് 10,000 ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, മുനിസിപ്പൽ റെന്റ് 15,000 ഉണ്ട് എന്ന് ഒരു 8,000 ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നു, ഇതിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 10,000 ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഫെയർ റെന്റ് ആണ് ഹയസ്റ്റ് വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇവിടെ നമ്മള് കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ് അല്ലെ. നമ്മുടെ എക്സ്പെക്റ്റഡ് റെന്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് നമുക്കിപ്പോ ഒരു 12,000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ഏതാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് 12,000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് ലോവസ്റ്റ് എക്സ്പെക്റ്റഡ് റെന്റ് 10,000ഉം സ്റ്റാൻഡേർഡ് റെന്റ് 12,000ഉം. അപ്പൊ ഇതിൽ ഈ രണ്ട് എമൗണ്ടിൽ നിന്നും ലോവസ്റ്റ് എമൗണ്ട് എടുക്കുക. അപ്പൊ ഇവിടെ ലോവസ്റ്റ് എമൗണ്ട് എന്താണ്? 10,000 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അതെടുക്കുന്നു. then നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ സ്റ്റെപ്പ് 1 ടു സ്റ്റെപ്പ് 2, അതിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കൂടെ. then അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് ഓണർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ആ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതില് 2 ഹൗസുകൾ തന്നിട്ടുണ്ട്, 2 ഹൗസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ഹൗസ് 1 എടുക്കുക. ഹൗസ് 1ൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ആക്ച്വൽ റെന്റ് 1000 രൂപയാണ് വാങ്ങുന്നത് അല്ലെ. അപ്പൊ 1000നെ നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 × 12 എത്ര കിട്ടും? 12,000 കിട്ടും. ഓക്കെ, then നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫെയർ റെന്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 13,000 ആണ്. then അതുപോലെ തന്നെ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 8,000 ആണ്. then സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 14,000 ആണ് അല്ലെ. then മുനിസിപ്പൽ ടാക്സ് 800 രൂപയും തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇത് സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണ്. then നമ്മൾ എങ്ങനെ ഇതിന്റെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം നമ്മൾ എന്തൊക്കെയാ നോക്കേണ്ടത്? എക്സ്പെക്റ്റഡ് റെന്റ് അഥവാ ഫെയർ റെന്റും നമ്മുടെ മുനിസിപ്പൽ വാല്യൂവും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ? ഇതിലെ ഹയസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പം ഇതിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ? ഫെയർ റെന്റ് 13,000ഉം മുനിസിപ്പൽ വാല്യൂ 8,000ഉം ആണ്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 13,000 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് കിട്ടി, ഹയസ്റ്റ് വാല്യൂ 13,000 അല്ലെ. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 13,000നെയും സ്റ്റാൻഡേർഡ് റെന്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യാം അല്ലെ. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വിച്ച് എവർ ഈസ് ലോവസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ ആണ് അവിടെ എടുക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പില് അല്ലെ. ഇവിടെ നോക്കി നോക്കുമ്പോ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 13,000. then സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ്? 14,000 അല്ലെ. ഇപ്പൊ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 13,000 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 13,000 എടുക്കുന്നു അല്ലെ. ലോവസ്റ്റ് എക്സ്പെക്റ്റഡ് റെന്റും എന്താ ചെയ്യേണ്ടത്? എക്സ്പെക്റ്റഡ് റെന്റും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്യുക. അപ്പൊ ഒരിക്കലും എക്സ്പെക്റ്റഡ് റെന്റ് സ്റ്റാൻഡേർഡ് റെന്റിനേക്കാളും കൂടാൻ പാടില്ല. സോ ഈ രണ്ട് എമൗണ്ടിലും ലോവസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പൊ ഇവിടെ 13,000 ആണോ 14,000 ആണോ ലോവസ്റ്റ് വാല്യൂ? 13,000 ആണ് ലോവസ്റ്റ് വാല്യൂ അല്ലെ.
ഇപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയത്? 13,000 എന്ന് കിട്ടിയിട്ടുണ്ട് ലോവസ്റ്റ് വാല്യൂ അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഈ 13,000-നെ നമ്മള് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ആക്ച്വൽ റെന്റ് എത്ര? ഇവിടെ 12,000 ആണ് നമുക്ക് ഇവിടെ. അപ്പൊ ഇതിൽ നമ്മൾ എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഹയസ്റ്റ് വാല്യൂ എടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 13,000 ആണോ 12,000 ആണോ ഹയസ്റ്റ് വാല്യൂ? 13,000 ആണ് ഹയസ്റ്റ് വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു 13,000. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാ? ടാക്സ്, മുനിസിപ്പൽ ടാക്സ് 800 തന്നിട്ടുണ്ട്. അത് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും അല്ലെ. അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ടുള്ള 13,000 മൈനസ് 800 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? ഗ്രോസ് നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് 12,200 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഹൗസ് നോക്കാം. രണ്ടാമത്തെ ഹൗസിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് മന്ത്ലി 1,500 രൂപയാണ്. അത് നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,000 രൂപ കിട്ടും. ഫെയർ റെന്റ് 10,000 ആണ്. മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 14,000 ആണ്. സ്റ്റാൻഡേർഡ് റെന്റ് 16,000. മുനിസിപ്പൽ ടാക്സ് 1,000. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് റെന്റും ഫെയർ റെന്റ് തന്നെയാണ് എക്സ്പെക്റ്റഡ് റെന്റ്. എക്സ്പെക്റ്റഡ് റെന്റും മുനിസിപ്പൽ വാല്യൂവും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക അല്ലെ. 10,000 ആണോ 14,000 ആണോ ഹയസ്റ്റ് വാല്യൂ? ഓഫ് കോഴ്സ് 14,000 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുന്നു? ഈ ഫെയർ റെന്റ് അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഹയസ്റ്റ് വാല്യൂ ഓഫ് ഫെയർ റെന്റ് അതുപോലെ തന്നെ അല്ലെ. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് വാല്യൂ ഓഫ് ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂ. അതിൽ നമ്മൾ ഹയസ്റ്റ് വാല്യൂ ഏതാ എടുത്തത്? മുനിസിപ്പൽ വാല്യൂ ആയിട്ടുള്ള 14,000 എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോവസ്റ്റ് വാല്യൂ ഓഫ് 14,000 അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെന്റ് അല്ലെ. 14,000-ഉം സ്റ്റാൻഡേർഡ് റെന്റും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ഹയസ്റ്റ് വാല്യൂ 14,000 ആണ്. അത് നമ്മൾ ഇവിടെ എടുത്തു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 14,000-ഉം സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 14,000 ആണ്. അത് നമ്മൾ എടുത്തു. ഇനി ഈ 14,000-ഉം നമ്മുടെ ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക അല്ലെ. അതായത് 14,000-ഉം 18,000-ഉം ഇതിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 18,000. അപ്പൊ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണ്? 18,000 അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് ഈക്വൽ ടു 18,000. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? 1,000 രൂപ അല്ലെ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17,000 രൂപ കിട്ടും അല്ലെ. അതാണ് എന്ത്? നെറ്റ് ആനുവൽ വാല്യൂ. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കുക. നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് റെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാണ്? ചിലപ്പോൾ ഇവിടെ 2 കേസുകൾ വരാം. നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണ്, പക്ഷെ ഒരു വാടകക്കാരനെയും നമുക്ക് ആ ഒരു വർഷം കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇൻകം കിട്ടുമോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ആരും താമസിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാടകക്കാരും ഇല്ല, നമുക്ക് റെന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും? അതായത് ആ ഒരു വർഷം മുഴുവൻ ഒരു വാടകക്കാരനെയും നമുക്ക് കിട്ടിയില്ല, ആരും അവിടെ താമസിച്ചിട്ടില്ല. സോ അവിടെ നമുക്ക് റെന്റ് കിട്ടിയില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും? ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും അല്ലെ. ഇൻകം ഇല്ല, അപ്പൊ സോ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ഇനി ചില കേസുകളിൽ ഈ ഹൗസ് വാക്കന്റ് ആയിട്ട് ചില പാർട്ട്, അതായത് ആ ഒരു ഇയറിൽ ചില മാസങ്ങളിൽ വാടകക്കാരുണ്ട്, ചില മാസങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ആനുവൽ വാല്യൂ എടുക്കുക അല്ലെ? ചില മാസത്തിൽ നമുക്ക് റെന്റ് ഇൻകം കിട്ടുന്നുണ്ട്, ചില മാസത്തിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ടത് എത്രയാണോ നമുക്ക് ആക്ച്വൽ റെന്റ് കിട്ടിയത് അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് വാക്കൻസി കാരണം നമുക്ക് റെന്റ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് റെന്റിനെ ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ആകെ നമ്മൾ ആക്ച്വൽ റെന്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി.
ഓക്കെ, അതായത് നമ്മൾ വേക്കൻസി കാരണം നമുക്ക് ആക്ച്വൽ റെന്റ് കുറയുകയാണെങ്കിൽ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യനില് മിസ്റ്റർ പ്രമോദ് അല്ലെ, അയാൾക്ക് വാടക കിട്ടുന്നുണ്ട്. എത്രയാണ് അയാൾക്ക് വാടക കിട്ടിയത്? മാസം അയാൾ വാടക വാങ്ങുന്നത് 8000 രൂപ വെച്ചിട്ടാണ്. അതിൽ 10 മാസം അയാൾക്ക് വാടക കിട്ടി അല്ലെ. അപ്പൊ ആ വർഷം അയാൾക്ക് കിട്ടിയിട്ടുള്ള റെന്റ് എത്രയാണ്? 8000 × 10 എത്ര കിട്ടും? 80000 രൂപ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 70000. ഫെയർ റെന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 80000 അല്ലെ. അപ്പൊ എത്രയാണ് വാക്കൻസി വന്നത്? ഇപ്പൊ എത്രയാണ് വാക്കന്റ് ആയിട്ട് വന്നത്? എത്രയാണ്? 2 മാസമാണ് അല്ലെ. ഒരു വർഷത്തിൽ 12 മാസമാണ്. അതിൽ 10 മാസം നമുക്ക് വാടക കിട്ടിയിട്ടുണ്ട്, 2 മാസം അവിടെ ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ 2 മാസത്തെ വാടകയും കൂടി കിട്ടിയിരുന്നു എങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു അല്ലെ, അതായത് ഇതിനേക്കാളും കൂടുതൽ ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? വാക്കൻസി കാരണം ഈ വാക്കന്റ് ആയതുമൂലം ഒരാളുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ആക്ച്വൽ റെന്റ് കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? ആനുവൽ വാല്യൂ ആയിട്ട്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് ആക്ച്വൽ റെന്റിനെയാണ്. ബാക്കിയുള്ളതിനെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കുന്നു. അതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് വാക്കന്റ് മൂലം നമ്മുടെ ആക്ച്വൽ റെന്റ് കുറയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? ആക്ച്വൽ റെന്റിന് ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി? ആക്ച്വൽ റെന്റ് എത്രയാണെന്ന് നോക്കുക. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കാം നമുക്ക് അടുത്തത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അതിലിപ്പോ നോക്കി നോക്കൂ, നിങ്ങളുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? വാക്കൻസിയുടെ കേസാണ്. അപ്പൊ ആക്ച്വൽ റെന്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ ആനുവൽ വാല്യൂ എത്രയാണ്? 80000 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് ആനുവൽ വാല്യൂ എടുക്കണം. നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ടാക്സ് 10% ആണ് അടക്കുന്നത് അല്ലെ. അതായത് മുനിസിപ്പൽ വാല്യൂവിന്റെ 10% ആണ് ടാക്സ് അടക്കുന്നത്. അപ്പൊ 70000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? 7000 ഉണ്ടായിരിക്കും. അത് ഈ 80000ൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത 7000 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ബാക്കി 73000 കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, വാക്കന്റ് മൂലം നമുക്ക് ആക്ച്വൽ റെന്റ് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? ആക്ച്വൽ റെന്റിന് ഈക്വൽ ആണ്. ഓക്കെ, അടുത്തൊരു സിറ്റുവേഷൻ ആണ്. ഇവിടെ നമുക്ക് വാക്കന്റ് ഒന്നുമില്ല, അതായത് നമുക്ക് ആ ഒരു വർഷം മൊത്തം വാടകക്കാരൻ നമ്മുടെ ആ ഹൗസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ചില വാടകക്കാർ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ട് വാടക കൊടുത്തിട്ടില്ല. അതായത് ആ വർഷം അയാൾക്ക് വാടക ഇനിയും ഈ വാടകക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ്? നമുക്ക് വാക്കന്റ് ഒന്നുമില്ല. ആ ഒരു പ്രീവിയസ് ഇയറില് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയില് വാടകക്കാരെല്ലാം വർഷം മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ഉള്ളത്? അൺറിയലൈസ്ഡ് റെന്റ്, വാടകക്കാരൻ കറക്റ്റ് റെന്റ് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാം? അത് നോക്കി നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹയസ്റ്റ് വാല്യൂ അഥവാ എക്സ്പെക്റ്റഡ് റെന്റ് കണ്ടുപിടിക്കുക. എക്സ്പെക്റ്റഡ് റെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂം കൂടെ കമ്പയർ ചെയ്യുക, അതിൽ ഹയസ്റ്റ് വാല്യൂ എടുക്കുക. മുനിസിപ്പൽ വാല്യൂ ഇവിടെ എത്രയാണ്? ഓക്കെ, മുനിസിപ്പൽ വാല്യൂന്റെ കേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 15000 രൂപയാണ് അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നത് 15000 രൂപയാണ്. ദെൻ മുനിസിപ്പൽ ടാക്സ് ആണ് 15000 രൂപയായിട്ട് തന്നിട്ടുള്ളത് അല്ലെ. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മുനിസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ മുനിസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, 1,50,000 ആണ്. 1,50,000 എന്ന് മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, 1,50,000 മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്.
1,70,000 ആണ് ഫെയർ റെന്റൽ വാല്യൂ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് ഈസി ആണ് അല്ലെ, കണ്ടുപിടിക്കാൻ ഈസി ആണ്. മുനിസിപ്പൽ വാല്യൂയും അതുപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂയും കൂടെ 1,50,000 ഇവിടെ തന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂയും ഫെയർ റെന്റൽ വാല്യൂയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ വിച്ചെവർ ഈസ് ഹയർ ഏതാ, അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 1,70,000 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം അല്ലെ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണുക? ഇപ്പൊ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോ നമുക്ക് ഇത് കിട്ടി, 1,70,000 കിട്ടി. ഇനി നമ്മൾ അത് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. ആക്ച്വൽ റെന്റ് എത്രയാണ്? 1,80,000 ആണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ കിട്ടുന്നത്? ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 1,80,000 ആണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കുറക്കാം? മുനിസിപ്പൽ ടാക്സ് കുറക്കാം. അതുപോലെ തന്നെ നമുക്ക് വാടക കിട്ടാത്തത് എത്രയുണ്ട്? അൺറിയലൈസ്ഡ് റെന്റ് എത്രയുണ്ട്? 25,000 ഉണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം നമുക്ക് എത്ര രൂപ ഇവിടെ കുറക്കാൻ പറ്റും? 40,000 രൂപ അല്ലെ. 1,80,000 നിന്ന് നമുക്ക് എത്ര രൂപ കുറക്കാം? 40,000 രൂപ കുറക്കാം. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 1,40,000 ബാക്കി ഉണ്ടായിരിക്കും അല്ലെ. ടോട്ടൽ ഡിഡക്ഷൻ 40,000 ആണ്. അപ്പൊ 1,40,000 ആണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അൺറിയലൈസ്ഡ് റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വാടകക്കാരൻ വാടക തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ എമൗണ്ട് കുറക്കാവുന്നതാണ്.